ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള തൈര് സേമിയ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. മാക്സിമം ഒരു 10 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. തൈര് സേമിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. സേമിയ എടുക്കുമ്പോൾ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏതാണെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വറുത്ത സേമിയ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അപ്പോൾ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ ഇത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യണത്. അപ്പോഴായിരിക്കും കുഴയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. ഒരുപാട് വേണമെന്നില്ല, പിന്നീട് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം മാത്രം നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. സേമിയ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ ഒന്നും കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വന്നോളും. നല്ല സോഫ്റ്റ് ആയിട്ട് വരണം, പക്ഷെ ഓവറായിട്ട് കുക്കായിട്ട് കുഴഞ്ഞൊന്നും പോകരുത്. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ കേർഡ് റൈസിൻ്റെ, അതായത് തൈര് സാദം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. തൈര് സാദമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. വെള്ളം മുഴുവനായിട്ട് തന്നെ ഊറ്റിക്കളയാം. ഇത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇത് ഓവറായിട്ട് കുക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടെ വെച്ചിട്ട് കുക്കിംഗ് സ്റ്റോപ്പ് ആവുമല്ലോ നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. അതിനുശേഷം പിന്നെ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ തന്നെ ഒന്ന് ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുഴഞ്ഞൊന്നും പോവാതെ നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നൊന്ന് തണക്കട്ടെ. തണുത്തതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നല്ലെണ്ണയായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് കുറച്ചും കൂടിയും നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. കടുക് ചെറുതായിട്ട് പൊട്ടി വന്ന ഒരു സമയത്താണ് കേട്ടോ ഞാനിതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പ്. ഇതിലേക്ക് കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ഉള്ള കാരണം പെട്ടെന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 2 വറ്റൽമുളക് മുറിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ റോസ്റ്റ് ആയിട്ട് വന്നോളും. നമ്മൾ ഓരോന്നും റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അവസാനം നമുക്കിതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് മൊരിഞ്ഞ് വന്നോട്ടെ. പക്ഷെ ഓവറായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ഇത് ബാച്ചിലേഴ്സിന് അല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ്. കുറച്ച് സമയമല്ലേ വേണ്ടൂ. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ സമ്മറിലൊക്കെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനൊരു 10-15 കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ടിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കട്ടെ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരട്ടെ. ഒരുപാട് ഓവറായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണോളം അളവിൽ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് തന്നെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കട്ടെ. കായത്തിൻ്റെ പൊടിയൊന്നും അളവ് കൂടിപ്പോയരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ കയ്പ്പ് രസം വരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്. കിസ്മിസും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടൊന്ന് വീർത്ത് വന്നോട്ടെ.
ഇപ്പം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സേമിയ ഉണ്ടല്ലോ, അതിലേക്ക് ഇത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനം മാത്രമാണ് നമ്മൾ ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. തൈര് ഒരിക്കലും ചൂടായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഇത് 1/2 ലിറ്റർ തൈരാണ് കേട്ടോ. ഇതിപ്പോൾ പുളിയില്ലാത്ത തൈരാണ്, ചെറിയൊരു പുളി മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുക. ഇനി ഈ തൈരിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ 1 കപ്പ് ഈ സേമിയയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 1/2 ലിറ്റർ തൈര് കറക്റ്റായിട്ടുള്ളൊരു അളവ് തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം തൈര് നന്നായിട്ട് ചേർക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു റെസിപ്പി കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരുള്ളൂ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ലഞ്ചായിട്ടോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ സേമിയ തൈരൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തോളും. അപ്പോഴായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് വരിക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പിക്കാതെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ട്ടോ. തണുപ്പിച്ച് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അതുപോലെ ചിലവർ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ എടുക്കുന്ന തൈരിന് കുറച്ച് പുളിയുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും അതൊന്ന് സെറ്റായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് ഞാനിനി ഇതിലേക്ക് കുറച്ച് പോമോഗ്രാനൈറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. മാതള നാരങ്ങ മാതള നാരങ്ങയും ഇതിൽ ചേർക്കുമ്പോൾ കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു റെസിപ്പിയിൽ പാല് ചേർക്കണില്ല കേട്ടോ. ഈ തൈരിന് പുളിയൊന്നുമില്ല. പിന്നെ ഞാനിത് അധികം സമയം എടുത്ത് വെക്കണമൊന്നുമില്ല. ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ പുളിയുള്ള തൈരാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പാല് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ സാധാരണ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല. സാധാരണ തൈര് സാദം തയ്യാറാക്കുമ്പോഴും മിക്കവരും പാല് ചേർത്തിട്ട് തന്നെയാണല്ലോ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ വ്യത്യാസം എന്ന് പറയണത് തൈര് സാദത്തിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയണത് ഇതിൽ നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കുന്നതിന് പകരം സേമിയ ചേർത്ത് കൊടുക്കണു. അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ഇപ്പം നമ്മുടെ തൈര് സേമിയ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തൈര് സേമിയ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ അച്ചാറോ പപ്പടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.